എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നൊരു ചെറുകഥ വായിച്ചാലോ? പ്രിയപ്പെട്ട ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ ഓണത്തലേന്ന് എന്ന ഒരു ചെറിയ നോവലേറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. വായിക്കട്ടെ. അമ്മേ, കാപ്പി കുടിക്കാൻ വന്നോളൂ, മകൾ വിളിച്ചു പറയുന്ന കേട്ടപ്പോൾ മെല്ലെ എഴുന്നേറ്റു. മേലടുക്കളയിലേക്ക് നടന്നു. എന്താ അമ്മേ കാപ്പിക്ക് പലഹാരം? വിനുക്കുട്ടൻ: അതെന്താ അത്ര ചോദിക്കാൻ, പഴം പുഴുങ്ങിയതും പപ്പടവും. ഇന്ന് ഉത്രാടമല്ലേ വത്സല? അയ്യേ, എനിക്ക് വേണ്ട. എന്താ ദോശ ഉണ്ടാക്കാഞ്ഞേ? അമ്മമ്മയ്ക്ക് ഇഷ്ടം പഴം പുഴുങ്ങിയതാ വത്സല. അമ്മമ്മയുടെ ഇഷ്ടം വേറെ ആർക്കും ഇഷ്ടമില്ലല്ലോ. എനിക്ക് വേണ്ട. ബ്രെഡും നട്ടിലും ഉണ്ടാക്കി ഇങ്ങോട്ട് എടുക്കൂ. വിനുക്കുട്ടൻ: കഴിഞ്ഞു നട്ടില്ല, വാരി തിന്നുമ്പോൾ പറയാറില്ലേ എപ്പോഴും വാങ്ങാൻ പറ്റില്ല എന്ന്. എനിക്ക് മാസം ശമ്പളമൊന്നും ഇല്ലല്ലോ വത്സല. തുടങ്ങി പിച്ചത്തരം പറച്ചിൽ. എനിക്കൊന്നും വേണ്ട. വിനുക്കുട്ടൻ പ്ലേറ്റ് ഒരു നിരക്കി കൈ കുടഞ്ഞ് എഴുന്നേറ്റു. അമ്മമ്മ ഇരിക്കുക. ഭദ്രക്കുട്ടി അടുത്ത് തന്നെ ഇരുന്നു. വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചോളും. അമ്മ കൊഞ്ചിച്ചിട്ടാ തൃപ്പുത്രൻ ഇങ്ങനെ. ഭദ്രക്കുട്ടി. അവൾ 2 പ്ലേറ്റിലും പഴന്നുറുക്ക് വിളമ്പി, പപ്പടം കാച്ചിയതും. വത്സല ചായ കൊണ്ടുവച്ചു. വിനുവിന് കാപ്പി വേണമെങ്കിൽ കുടിച്ചോളൂ. വത്സല പ്ലേറ്റും വെച്ച് കഴിക്കാനിരുന്നു. ഈ കുട്ടി ഒന്നും കഴിക്കാതെ നമുക്ക് എന്താ സന്തോഷം? കുഞ്ഞിമാളും അമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു. 6-7 മക്കൾ വിശന്ന് വന്നിരിക്കുമ്പോൾ വിളമ്പി കൊടുക്കാനില്ലാത്ത കാലം ഓർത്തു. അവന് എല്ലിൻ്റെ ഇടയിൽ കിടന്ന് കുത്തണതാ. അമ്മ അതിനെന്തിനാ വിഷമിക്കണേ? അമ്മ മറന്നിട്ടില്ലല്ലോ ഞങ്ങളുടെ കുട്ടിക്കാലം. വത്സല: എങ്ങനെ മറക്കാനാ കുട്ടി? കുഞ്ഞിമാളും അമ്മ കൈ കഴുകി ഉമ്മറത്തെ ചാരുകസേരയിൽ വന്നിരുന്നപ്പോൾ മനസ്സിൽ കാലം ഓടി പിന്നോട്ട് പോയി. കാളിക്കുട്ടിയമ്മയുടെ മകൾ കുഞ്ഞിമാളുവിന് ഒന്നും കുറവുണ്ടായിരുന്നില്ല. അച്ഛൻ ദേഹണ്ണക്കാരൻ ശങ്കുണ്ണി നായർ എവിടെ സദ്യ കഴിഞ്ഞാലും പലവ്യഞ്ജനം വീട്ടിലെത്തും. അമ്മയാണെങ്കിൽ നാട്ടിലെ പേറ്റുനോട്ടവും കുട്ടികളെ കുളിപ്പിക്കലും. അമ്മ കുളിപ്പിച്ച കുട്ടികളെയുള്ളൂ നാട്ടിൽ. ദൂരെയുള്ള ജോലിക്കാർ നാട്ടിൽ വരുമ്പോൾ കാളിയമ്മയെ അന്വേഷിച്ചു വന്ന് കയ്യിൽ എന്തെങ്കിലും പിടിപ്പിക്കും. എല്ലാം തറവാടുകളിൽ നിന്നും ഓണവും വിഷുവും കൊട്ട നിറച്ച സാധനങ്ങൾ വീട്ടിലെത്തും. എന്നും സമൃദ്ധിയായിരുന്നു. വലിയ വീടുകളിലുള്ളതിലും കൂടുതൽ സമൃദ്ധി. ഒരേ ഒരു മകളല്ലേ. നല്ല വസ്ത്രവും ആഭരണങ്ങളും. ആനക്കാരൻ ദാമോദരൻ നായരുടെ സംബന്ധാലോചന വന്നപ്പോഴും അച്ഛനും അമ്മയും അധികം ആലോചിച്ചില്ല. ദാമോദരൻ നായരുടെ ചന്തം കണ്ട് മയങ്ങിപ്പോയിരുന്നു. തറവാട്ടിലെ സംബന്ധക്കാരൻ കൃഷ്ണേട്ടൻ്റെ കൂടെയാണ് ദാമോദരൻ നായർ നാട്ടിലെത്തിയത്. നല്ല നിറം, ചുരുണ്ട് ചീന്തിയാൽ ഒതുങ്ങാത്ത മുടിയും കണ്ണിലും ചുണ്ടിലും വിരിയുന്ന ചിരിയും ആരെയും ആകർഷിക്കാൻ മതിയായിരുന്നു. പിന്നെ കൃഷ്ണേട്ടൻ ദാച്ചോപ്പയ്ക്ക്, അതായത് ദാക്ഷായണിയമ്മ കൊണ്ടുകൊടുക്കുന്ന കാശും തുണിത്തരങ്ങളും കൂടി ആനക്കാരനാവുന്നത് അത്ര മോശമില്ല എന്ന് നാട്ടുകാർക്കിടയിലും ധാരണയുണ്ടാക്കിയിരുന്നു. ദാച്ചോപ്പയ്ക്കുള്ളത്ര വസ്ത്രവും ആഭരണങ്ങളും വലിയ തറവാടുകളിലെ പെണ്ണുങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. അച്ഛന് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആനക്കാർക്ക് നടക്കണയുടെ മുഴുവൻ സംബന്ധം കാണും, കുട്ടികളെ തിരിഞ്ഞു നോക്കില്ല എന്ന് പണ്ട് പറയും. അതൊക്കെ പണ്ടാ. നമ്മുടെ ദാച്ചേച്ചിയുടെ ഭാഗ്യം കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച 10 പറ കണ്ടം എഴുതിച്ചു വാങ്ങിയിത്രേ. പിന്നെ നമ്മുടെ കുഞ്ഞുമാളുവിൻ്റെ ചന്തത്തിന് ഒത്ത ഒരാണൊരുത്തൻ നാട്ടിലുണ്ടോ? അവൾക്കും ദാമുവിന് ഇഷ്ടമാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്. അമ്മയുടെ അഭിപ്രായത്തിന് എതിരില്ല അച്ഛന്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഒരു ഉത്തരവാദിത്വവും ദാമുവേട്ടൻ കാണിച്ചിട്ടില്ല. വരുമ്പോൾ കുറച്ച് അരിമുറുക്കും ഒരു ഡസൻ വളയോ ചാന്തോ കൺമഷിയോ കൊണ്ടുതരും. ഉണ്ണാൻ തന്നില്ലെങ്കിലും ഉടുക്കാനും തേക്കണനും തരണമെന്ന നായന്മാരുടെ മുറ പോലും നടത്തിയിരുന്നില്ല. ഓരോ തവണ വരുമ്പോഴും കുറച്ച് കാശ് തരണം, കുട്ടികൾക്ക് അത്യാവശ്യം വാങ്ങാൻ എന്ന് പറയണമെന്ന് വിചാരിക്കും. ദാമുവേട്ടൻ്റെ ചിരിയും നോട്ടവും കണ്ടാൽ എല്ലാം മറക്കും. അച്ഛൻ മരിച്ചതോടെ വരുമാനം കുറഞ്ഞു. അപ്പോഴേക്കും 5 മക്കളെ പെറ്റിരുന്നു. അമ്മ കൃഷ്ണേട്ടൻ വരുമ്പോൾ ആവലാതി പറയാൻ തുടങ്ങി. കാശ് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല ഒപ്പോളെ, ഒക്കെ കള്ളുഷാപ്പിൽ കൊണ്ട് കൊടുക്കുക. അവൻ്റെ അമ്മയും ആവലാതി പറഞ്ഞൊരല്ല പുകല വാങ്ങാനുള്ള കാശ് കൂടി ആ തള്ളയ്ക്ക് കൊടുക്കാറില്ല. നോക്കട്ടെ വല്ല വഴിയുണ്ടോയെന്ന് കൃഷ്ണേട്ടൻ. അതിനുശേഷം കൃഷ്ണേട്ടൻ ആനയുടെ ഉടമസ്ഥൻ തിരുമേനിയോട് പറഞ്ഞ് മാസം 3-1 ശമ്പളം കൃഷ്ണേട്ടൻ അമ്മയുടെ കയ്യിൽ നേരിട്ടെത്തിക്കാൻ തുടങ്ങി. അമ്മ ഓടി നടന്ന് അയലക്കത്തെ പറമ്പുകളിൽ നേന്ത്രവാഴ വെച്ചു കൂർക്ക കൃഷി ചെയ്തുമൊക്കെയാണ് വീട്ടുചിലവ് എത്തിച്ചത്. അതും അധികം നീണ്ടില്ല.
ദാമുവേട്ടൻ തിരുമേനിയുടെ ആനയിൽ നിന്ന് മാറി. വന്നാൽ ചിരിച്ചു മയക്കും, ഒറ്റ പൈസ തരില്ല. പിന്നെയും 2 പെറ്റു. അമ്മയും പോയി. കുട്ടികൾ പട്ടിണിയായി. ഒരു പശുവാണ് ആശ്രയിക്കാനുള്ളത്. അതുകൊണ്ട് എങ്ങനെ 7 മക്കളെ പോറ്റും? അമ്മയുടെയും എൻ്റെയുമായി ഉണ്ടായിരുന്ന പൊന്നും പൊടിയും ഒക്കെ വിറ്റു തിന്നു. അടുത്തുള്ള വീടുകളിൽ എണ്ണ കാച്ചലോ പേറ്റുമരുന്നുണ്ടാക്കലോ ഒക്കെ ചെയ്തു കൊടുക്കും. കൃഷ്ണേട്ടനും ദാച്ചീച്ചിക്കും വലിയ വിഷമമായിരുന്നു. അവരും കൂടി ഒരു കാരണമായോ എൻ്റെ ദുരിത ജന്മത്തിനെന്ന്. കുട്ടികൾക്കെല്ലാം ഓണത്തിനും ദാച്ചിച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കും. മൂത്ത മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വീടുകളിൽ പത്രമിടാൻ പോയി തുടങ്ങി. സൈക്കിള് വാങ്ങിക്കൊടുത്തത് കൃഷ്ണേട്ടനാണ്. അച്ഛൻ്റെ ശിഷ്യൻ ഗോയിന്നൂട്ടി നായർക്ക് എന്നെ സംബന്ധം ചെയ്യണമെന്നുണ്ടായിരുന്നതാ. കറുത്തു മെലിഞ്ഞ ഗോയിന്നൂട്ടി നായരെ അമ്മയ്ക്കും എനിക്കും ബോധിച്ചില്ല. ഗോയിന്നൂട്ടി നായർ അച്ഛൻ മരിച്ചതോടെ നല്ല ദേഹണ്ണക്കാരനായി പേരെടുത്തു. നല്ല വരുമാനവും. കുട്ടികൾ വലുതായപ്പോൾ സദ്യയ്ക്ക് വിളമ്പാൻ മൂത്ത മക്കൾ വാസുവിനെയും ചന്ദ്രനെയും കൊണ്ടുപോകും. അവർക്ക് അതൊരു വരുമാനമായി. എടുക്കപ്രഭവങ്ങളും കുട്ടികളുടെ സൈക്കിളിൻ്റെ പിന്നിൽ കൊടുത്തുവിടും. ദാമുവേട്ടൻ കൊല്ലത്തിൽ 2-3 തവണ വരും. കുറേ കെട്ടിപ്പിടിച്ച് കരയും. ഒരു കൊല്ലം ഓണം ഉത്രാടത്തിന് ഒറ്റ പഴമില്ല. അമ്മയും അച്ഛനുമുള്ളപ്പോൾ ഉത്രാടം മുതൽ 4 ഓണം വരെ പഴം പുഴുങ്ങും. രാവിലെ പ്രാതലിന് പഴം പുഴുങ്ങിയതും പപ്പടവും തന്നെ സമൃദ്ധിയായി വിളമ്പണം കുട്ടികൾക്ക് എന്ന അമ്മയ്ക്ക് നിർബന്ധം. ആ സ്ഥാനത്ത് ഒറ്റ പഴം പോലുമില്ല. ദാച്ചേച്ചിയുടെ വളപ്പിൽ 25 നേന്ത്രവാഴ വെച്ചതാ. വെള്ളം നിന്ന് എല്ലാം പഴുത്തുപോയി. ഓണത്തിനുള്ള കാശും കുട്ടികൾക്കൊരുകുല പഴവും എന്നതായിരുന്നു മോഹം. ഒക്കെ നശിച്ചു. വാങ്ങാനാണെങ്കിൽ ഒറ്റ പൈസയില്ല. ഒരു 10 മണി നേരത്ത് മൂത്ത മകൻ സച്ചു 10 രൂപ കയ്യിൽ കൊണ്ട് തന്നു. പത്രത്തിൻ്റെ ഏജൻറ്റ് കൊടുത്തതാണ്. ടൗണിൽ പോയി സിനിമ കാണാൻ. അവൻ്റെ കുടുംബസ്നേഹം എന്ത് കിട്ടിയാലും അമ്മയുടെ കയ്യിലെത്തിക്കും. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ആലോചിച്ചപ്പോൾ ഒരു ബുദ്ധി തോന്നി. മോനെ, നീ പോയി 2 റാത്തൽ ശർക്കര വാങ്ങിക്കൊണ്ടുവാ. അരിപ്പൊടിയിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങലരിയിൽ നിന്ന് എടങ്ങഴി അരിയെടുത്ത് വെള്ളത്തിലിട്ടു. ഉച്ചതിരിഞ്ഞത് പൊടിച്ചു തള്ളി. ശർക്കര ഉരുക്കി 2 തേങ്ങയും ചിരുകി വരട്ടി വെച്ചു. തൃക്കാക്കരപ്പനെ നേദിക്കാൻ ഉപ്പ് ചേർക്കാത്ത പൂവടയ്ക്കും മാറ്റിവെച്ചു. മേലടുക്കളയിലെ നിലത്ത് വാട്ടിയ വിലയിരുത്തി അരിപ്പൊടി കുഴച്ച് പരത്തി ശർക്കരയും തേങ്ങയും വിളയിച്ചത് തവി കൊണ്ട് എല്ലാ ഇലയിലും നിരത്തി. പകുതി മടക്കി വെച്ച് ബാക്കി മടക്കി വെച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ദാമുവേട്ടൻ്റെ എഴുന്നള്ളത്ത്. കയ്യിലൊരു കോർമ്പ ചീഞ്ഞ മത്തിയും. മാളൂട്ടിയെ വിളി കേട്ടില്ലയെന്ന് നടിച്ചു. അടുത്തു വന്നതും എൻ്റെ മാളൂട്ടിയെ എന്നൊരു കെട്ടിപ്പിടുത്തവും ഒറ്റ ഛർദിയും. പരത്തി മടക്കിയതും മടക്കാത്തതുമായ അട മുഴുവൻ ഛർദിയിലായി. എൻ്റെ തേവരെയെന്ന് നെഞ്ചത്തടിച്ചു. കരഞ്ഞു. അയാളും നിലവിളി. കണ്ടു നിൽക്കുന്ന മക്കളും നിലവിളിയായി. അയലക്കത്തു നിന്ന് നിലവിളി കേട്ട് ഓടിവന്ന ദാച്ചേച്ചി രംഗം കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. മുറ്റത്തിറങ്ങി വെണ്ടക്കാലയിൽ നിന്ന് ഒരു വെണ്ടക്കിട പറിച്ചെടുത്ത് മേലെടുക്കളയിൽ കയറി. ശപ്പ, കടന്നു പോടാ, നിന്നെ ഇനി ഈ അടിച്ചതിനകത്ത് കാണാൻ പാടില്ല എന്നും പറഞ്ഞ് തലങ്ങും വിലങ്ങും പൂശി. ആ വേഷത്തോടെ ഇറങ്ങിപ്പോയതാ. പിന്നെ ഒരു പൂരത്തിൻ്റെ അന്ന് രാത്രി ആനയുടെ കാൽക്കൽ ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ട് ആൾക്കാർ തറവാട്ടിൽ ശവം കൊണ്ടിറക്കി. ഭാഗം വാങ്ങിക്കാഞ്ഞതുകൊണ്ട് വീട്ടുകാർക്ക് അവിടെ ദഹിപ്പിക്കേണ്ടി വന്നു. ദാമുവേട്ടൻ്റെ മക്കൾക്ക് ആർക്കും ദാമുവേട്ടൻ്റെ സ്വഭാവം കിട്ടിയില്ല. എല്ലാം ദേഹണ്ണക്കാരൻ ശങ്കുണ്ണിയാരുടെ കുട്ടികളായി വളർന്നു. നല്ല മര്യാദക്കാർ. അധികം പഠിപ്പൊന്നും പറ്റിയില്ല. ഒക്കെ ഓരോ കൈത്തൊഴിൽ പഠിച്ച് പേർഷ്യയ്ക്ക് കടന്നു. നല്ല കുടുംബസ്നേഹം. താഴെയുള്ള പെൺകുട്ടികളെ 2 പേർക്കും നല്ല ജോലിയായി. മൂത്തവൾ ഇല്ലാത്ത കാലത്ത് പഠിച്ചതുകൊണ്ട് 10ാം ക്ലാസ്സേ എത്തിയുള്ളൂ. അവളെ കല്യാണം കഴിച്ചയാളും ദാമുവേട്ടൻ്റെ മറ്റൊരു അവതാരം. അളിയന്മാരെ പറ്റിച്ച് ജീവിക്കുന്നു. വീട്ടുകാരും കണക്ക്. ആൺമക്കൾ ചെല്ലും ചെലവും കൊടുത്ത് പെങ്ങളെ സംരക്ഷിക്കുന്നു. ഒന്നിനും ക്ഷാമം പാടില്ല അമ്മയ്ക്കും പെങ്ങൾക്കും എന്ന് മക്കൾക്ക് നിർബന്ധം. മത്സരിച്ച് പണം അയക്കും. ഓണത്തല്ലേന്ന് ഓർമ്മയിൽ വരിക അന്ന് മേലെടുക്കളയിൽ നടന്ന അരങ്ങാണ് ഇപ്പോഴും ഓർക്കുന്നത്. ഈ കുട്ടി എന്താ എൻ്റെ തേവരെ ഇങ്ങനെ? അച്ഛനെപ്പോലെയും മുത്തച്ഛനെ പോലെയുമായ എൻ്റെ മോള് കഷ്ടത്തിലാവൂലോ. രാമനാമം ജപിക്കാം, അല്ലാതെ എന്താ ചെയ്യുക. ഇന്നിത്രയും. ബാക്കി നാളെ. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമായെങ്കിൽ കമൻറ്റായി എഴുതണേ.